ജീവനെടുക്കുന്ന ലോൺ ആപ്പ് കമ്പനികളുടെ തലപ്പത്ത് മലയാളികളും. ചൈനീസ് പൗരന്മാരെ അടക്കം പ്രതികളാക്കി കർണാടക സെൻട്രൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് കോഴിക്കോട്, തൃശൂർ സ്വദേശികളുടെ പേരുകളുമുള്ളത്. കമ്പനികളിലെ ജീവനക്കാരെ കബളിപ്പിച്ച് ഡയറക്ടർമാരാക്കി എന്ന കണ്ടെത്തലും 2022 കുറ്റപത്രത്തിലുണ്ട്. കോഴിക്കോട് നിന്നുള്ള അമീർ ഇബ്രാഹിം, തൃശൂരിലെ മുത്തു ശിവദാസൻ, ഇരിങ്ങാലക്കുടക്കാരൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ പേരുകളാണ് വിവിധ കമ്പനികൾക്കെതിരെ നടത്തിയ അന്വേഷണത്തിന് ശേഷം കർണാടക പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിലുള്ളത്. ദുരൂഹ സാഹചര്യത്തിൽ ചൈനീസ് പൗരന്മാർ കടന്നുകയറിയ കമ്പനികളിൽ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം പരിശോധന നടത്തി നിർദ്ദേശിച്ചത് പ്രകാരമായിരുന്നു 2022 അന്വേഷണം. ഇതിലാണ് ചൈനക്കാരുടെ പങ്ക് വെളിവായത്. എന്നാൽ ഈ കമ്പനികളിൽ പലതിലും മലയാളികളും ഡയറക്ടർമാരെ പ്രവർത്തിക്കുന്നു എന്ന അമ്പരപ്പിക്കുന്ന വിവരമാണ് റിപ്പോർട്ടർ ശേഖരിച്ച ഈ രേഖകളിലൂടെ പുറത്തുവരുന്നത്. 8 കമ്പനികളിൽ മാത്രം നടത്തിയ പരിശോധനയിലാണ് ഇത്രയും മലയാളികളുടെ പങ്ക് വെളിവാകുന്നത്. അതേസമയം ഈ കമ്പനികളിൽ ജോലിക്ക് ചേരുന്നവരുടെ KYC രേഖകൾ ശേഖരിച്ച് ഡമ്മി ഡയറക്ടർമാരായി പേരുൾപ്പെടുത്തുന്നു എന്നതും കണ്ടെത്തിയിട്ടുണ്ട്. നിർജീവമായ കമ്പനികളെ കണ്ടെത്തി ചൈനീസ് പൗരന്മാർ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് പിന്നാലെ ഓഫീസ് മാറ്റി സ്ഥാപിക്കുന്നത് ഈ കേസുകളിലെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. കമ്പനി രജിസ്ട്രാറുടെ പരിശോധനയെ വെട്ടിക്കാനാണിത് എന്നാണ് നിഗമനം. ഇക്കാര്യത്തിൽ വ്യാജ സത്യവാങ്മൂലങ്ങൾ നൽകി ഈ കമ്പനികളെ സഹായിക്കാൻ ശ്രമിച്ച ചില മലയാളി ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ പേരുകളും കർണാടക പോലീസ് കുറ്റപത്രത്തിൽ എടുത്തു പറയുന്നുണ്ട്. അനിൽ ഇമാനുവൽ, റിപ്പോർട്ടർ, കൊച്ചി.